എന്തൊക്കെയുണ്ട് കേസ് വിശേഷം? ട്രിക്കി വി സിയിൽ വരുവാടാ അവൻ. കുറച്ച് മുമ്പ് വരും അവൻ. അവൻ ഇപ്പം ഞാൻ വി സി ഞാൻ ലൈവിട്ടല്ലേ ഉള്ളൂ, വരട്ടെ, അവരൊക്കെ വരും, അവരൊക്കെ വി സിയിലോട്ട് വരും. പയ്യൻ മഹാ ഒരു കള്ളനാണ്. പയ്യൻ രാവിലെ ഒറ്റയ്ക്ക് ആരെയും വിളിക്കാതെ പടം കാണാൻ പോയിരിക്കുന്നു കേസ്. ബട്ടർഫ്ലൈ ആയ ഒറിജിനൽ നെയിം എന്താണെന്ന്? അതിൻ്റെ ഒറിജിനൽ നെയിം അതുലെന്നാണ്ടോ? ഫുൾ നെയിം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഇങ്ങോട്ട് പേരുന്നു, അതുകൊണ്ട് വേണ്ട. ജുവലെ ഹായ് ഹായ് ഹായ്. ഇമോട്ടിക്ഷൻ അതായാലും ഹായ് ഹായ് ബ്രോ. ഞാൻ എന്തോ ഒരു കാര്യം പറയാൻ വന്നിരുന്നല്ലോ ഗൈസ്. അപ്പം നമ്മുടെ ഒരു കംബാക്ക് ഉണ്ടാവോ? ഇഫ് യു നോ എന്ന് കംബാക്ക് ഉണ്ടാവുമെന്ന് എന്ന് വെച്ചാൽ എന്തിനാണ്? എന്ത് കംബാക്കാണ്? ബാഡ് ബോയ് FPS7 വട്ട് എന്തിലോട്ടുള്ള കംബാക്ക്? RP കംബാക്കാണ് ഉദ്ദേശിച്ചത്? ഇതാണോ 2 മണി 2:30? 2 മണി എന്ന് പറയുമ്പോൾ 2:30 തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലേ? ഒരു 30 മിനിറ്റ് ഡിഫറൻസ് ഒന്നും അത്ര വലിയ തെറ്റൊന്നുമല്ല എൻ്റെ ഒരു ലൈഫ് ഷെഡ്യൂൾ പ്രകാരം. ഇന്ന് ആരൊക്കെ സ്കോഡ് നോക്കണോടാ? നോക്കണം വി സി ചെല്ലട്ടെ, എന്നിട്ട് അറിയാം സ്കോഡ് ആരൊക്കെയാന്നുള്ളത്. ഞാൻ എന്തുവാ പറയാൻ വന്നത്? അയ്യോ, ഞാൻ ഗൈസ് അപ്പം ഞാൻ എന്തായാലും RPയിൽ ഞാൻ കയറുന്നതായിരിക്കും ഗൈസ്. സൂൺ RPയിൽ എന്തായാലും കയറും. RP സ്ട്രീംസ് കാണും. എന്ന് വെച്ചാൽ ഗ്യാങ് RP അല്ല, സിറ്റിസൺ RP മാത്രം. ഗ്യാങ് RP ഒന്നുമില്ല, ജസ്റ്റ് സിറ്റിസൺ RP ഉടനെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ജോക്കി ഗോഗു അവരൊക്കെ ആയിട്ട് ഒരു RP പയ്യെ സ്റ്റാർട്ട് ചെയ്യും. ഗോഗു ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അവരും ഇങ്ങനെ RP കയറിയിട്ട് ഒരു കമ്പനി അടിച്ച് അടക്കാൻ പറ്റുന്ന ഒരു വൈബ് സെറ്റായിട്ടില്ല. അപ്പം നമ്മളും കൂടി അങ്ങ് കയറുമ്പോൾ അങ്ങ് വൈബാകും ഏത്. അതുകൊണ്ട് ഉടനെ എന്തായാലും RP സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കേസ്. ഒരു മോസ്റ്റ്ലി നാളെയോ മറ്റന്നാളോ ഒരു RP സ്ട്രീം കാണും ആഫ്റ്റർ എ ലോങ് ടൈം. പിന്നെ ബാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന പോലെ എനിക്കറിയത്തില്ല എത്രത്തോളം നാൾ കണ്ടിന്യൂ വെച്ചാൽ എത്ര നാൾ കണ്ടിന്യൂ എന്നല്ല, എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് RP ലൈവ് ഇടാൻ പറ്റും അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പറ്റുന്ന പോലെ. പിന്നെ ബാബു സേട്ടും ഉണ്ടല്ലോ. ബാബു വരും. ഏതെങ്കിലും ഗ്യാങ് കയറിക്കൂടെ? ഇല്ലല്ല ബ്രോ, ഗ്യാങ്ങിലോട്ട് കയറുന്നില്ല ബ്രോ. ഗ്യാങ്ങിലോട്ട് കയറാനായിട്ട് എനിക്കുള്ളൊരു മൈൻഡ് എനിക്കിപ്പോൾ ഇല്ല. അതുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലായി. എനിക്ക് RP എന്നെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ്. പൊതുവെ RP എനിക്ക് PUBG ഇപ്പം നല്ലത് ഗ്രോ PUBGയിലൊരു വ്യൂവർഷിപ്പ് ഗ്രോ ആയി വരുന്നത് മാക്സിമം അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ RP നിന്നാലും നാളെ നമുക്ക് സെപ്പറേറ്റ് ഒരു ഗെയിമിനൊരു ബേസിക് ആയിട്ടുള്ള ഒരു മനസ്സിലായി കുറച്ചെങ്കിലും ആൾക്കാർ കാണാനായിട്ട് നമുക്കുണ്ടെങ്കിൽ അവരെല്ലാ ഗെയിം കാണാനും നമ്മളോട് കാണും എപ്പോഴും, മനസ്സിലായോ? അപ്പം ഞാൻ അത് മാക്സിമം ആ ഒരു വ്യൂവർഷിപ്പ് മാക്സിമം ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനാണ് ഞാൻ നോക്കുന്നത്. അന്നേരം RP മനസ്സിലായി കയറുമ്പോൾ തന്നെ മനസ്സിലായി ഗ്യാങ് RP കയറി കഴിഞ്ഞാൽ അടിയും ബഹളവും സമാധാനമൊന്നും കാണത്തില്ല കേസ്. അതുകൊണ്ടാണ് തൽക്കാലം ഇപ്പോൾ ഗ്യാങ് RP എന്തായാലും നോക്കുന്നില്ല. നല്ല തീരുമാനം അണ്ണ, വരണം പ്ലീസ്. വേറൊരു ഗ്യാങ്ങിലും കയറേണ്ട അണ്ണ, ഫുൾ ടോക്സിക് കാണണമെന്ന്. അല്ല ഞാൻ ഒരു ഗ്യാങ്ങിലും അങ്ങനെ മനസ്സിലായി ഇങ്ങനെ ഒരു ഗ്യാങ്ങായിട്ടും ഇപ്പം തൽക്കാലത്തിൽ കയറാനുണ്ട് അങ്ങനെ മൈൻഡ് ഇല്ലറാ. ഞാൻ മനസ്സിലായി. ഞാൻ മെയിനായിട്ട് എല്ലാവരുമായിട്ടൊക്കെ ഒന്ന് ചുമ്മാ സംസാരിച്ച് ആ ഒരു സെറ്റപ്പിൽ നടക്കാം. ആ ഒരു ഇത് ഇത്രേ ഉള്ളൂ, അല്ലാതെ വലിയ പ്ലാനുകളൊന്നുമില്ല. അപ്പോൾ ഇതാണ് ജസ്റ്റ് നിങ്ങളത്തെ എല്ലായിടത്തും ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. സോ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ എന്തായാലും ഒരു RP ലൈവ് വരാം. ഞാൻ GTA പോലും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഇനി GTA ഇൻസ്റ്റാൾ ചെയ്യണം, എല്ലാം സെറ്റാക്കണം. എന്നിട്ട് ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഒരു ടൈമിൽ വരാം. ഈ സൂപ്പർ ഫാൻ ആണെങ്കിൽ ആരാണ് സൂപ്പർ ഫാൻ ചെയ്യുന്നത്? ഇവിടെ നീയാണോ ഇതാ വിഷ്ണു? അതിപ്പോൾ എവിടെ കാണിക്കൂടാ. അത് നീയാണ് ചെയ്തെങ്കിൽ ഇപ്പോൾ വരും. കാണിക്കാതെ ഒന്നും ഇരിക്കൂല. നാളെ തന്നെ വന്ന് ഞാൻ നോക്കാം. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ. ഓക്കെ, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വരാം എന്തായാലും. ഏത് ടൈം വരണമെന്ന് കൂടി പറ. നിങ്ങൾക്ക് ഏത് ടൈം ഞാൻ ലൈവ് വരുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ലൈക്ക് ഓക്കെ ആണെന്നുള്ള ഒരു ടൈം പറ. ആ ടൈമിൽ വരാം. ഏത് ടൈം വരണം? ഞാൻ RP ഉച്ചയ്ക്ക് ഈ ഒരു ടൈമിൽ RP എന്തായാലും പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ശേഷമുള്ള ഏത് ടൈമാണ് നിങ്ങൾക്ക് ഓക്കെ എന്ന് പറഞ്ഞാൽ ആ ടൈം അനുസരിച്ച് വരാം. പക്ഷെ അണ്ണൻ അഥവാ ഏതെങ്കിലും ഗ്യാങ് കയറിയാൽ ആ ഗ്യാങ് രക്ഷപ്പെടും ഫോർ ഷുവർ എന്ന്. അതെന്താ ഒരുമാതിരി വൃത്തിയായിട്ട വർത്താനം പോലെ.
അതിലൊരു കൊള്ളിക്കടില്ലേ. ജിൻ്റെ വെൽക്കം ടു സ്ട്രീം. 7 to 10 നൈറ്റ് 8 8 7 8 9 ഓക്കെയാണ്. ഈവനിങ് ആഫ്റ്റർനൂൺ 8 ഈവനിങ് നൈറ്റ് 7. അപ്പോൾ 7 എല്ലാവരും പറയുന്ന സമയം. പക്ഷേ 7 പറഞ്ഞ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീക്ക് ടൈമാണ്, മനസ്സിലായോ? 7 മണി എന്ന് പറയുന്നത് 7 8 എന്നൊക്കെ പറയുന്ന ടൈം ഒരു പീക്ക് ടൈമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ദയവുള്ള ഒരു ടൈമാണ്. RPയിലകത്ത് മൊത്തം ആൾക്കാർ നിൽക്കുന്ന സമയമാണ്. അതാണ് ഒരു കുഴപ്പം. ഞാൻ എന്തായാലും നോക്കട്ടെ. ആ ഒരു ടൈമല്ലേ. കാരണം SSLC റിസൾട്ടാണ് പ്രാർത്ഥിക്കുന്നത്. നിൻ്റെ റിസൾട്ട് എന്നാണ്? നീ 10ലാണ്. ഓൾ ദ ബെസ്റ്റ്. അല്ലാതെ നല്ല രീതിയായിട്ടെ. ജോക്കി, ഗോഗു, ജോണി മാമൻ, എലിയൊക്കെ ഉള്ള ടൈമാണ്. എടാ ഈ സൂപ്പർ ഫാൻ വരുന്നതൊന്നും എനിക്ക് ചാറ്റിലൊന്ന് പറഞ്ഞു തന്നെ. ആരൊക്കെയാണ് നിൻ്റെ മറ്റേ സെക്കൻഡ് മോട്ടർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് നോക്കില്ല. അണ്ണാ ഗ്യാങ്ങിൽ കയറണ്ട. ഗ്യാങ് കയറുന്നില്ല. 12 മണിക്കാ? രാത്രിയാ? ഡ്യൂട്ട് പിക്ക് എടേ എന്തൊരു പയ്യ. ഞാൻ ഇവിടെ ആരോടെ RP ചെയ്യാൻ രാത്രി 12 മണിക്ക് ഇരുന്ന്? അത് നോക്കണ്ട അണ്ണ. അല്ലെങ്കിൽ അണ്ണ 12 മണിക്ക് ശേഷം വരേണ്ടി വരും ആണല്ലേ? അത് ശരിയാണ്. അതും നീ പറഞ്ഞതും ശരിയാണ്. അപ്പം നമുക്ക് 6-7 മണി ടൈമിൽ തന്നെ വരാമല്ലേ? എന്നും കാണത്തൊന്നുമില്ല കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാം. ലിജു ബ്രോ ആണല്ലേ? ഒന്ന് ലിജു ബ്രോ, ഒന്ന് നീ ആണോ? ആദ്യം അയച്ച ആരാണ്? വിഷ്ണു ആണോ അയച്ചത്? ഇത് TP ആണോ അയച്ചത്? ലിജു ബ്രോ താങ്ക് യു സോ മച്ച്. 100 റുപ്പീസ് സൂപ്പർ ഫാൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആൻഡ് ഫസ്റ്റ് ചെയ്ത് വിഷ്ണു ആണ്. ഇടാ താങ്ക് യു. അത് ഇത്രയാണെന്ന് കണ്ടില്ല. എന്തായാലും താങ്ക് യു സോ മച്ച്. കണ്ണാപ്പി ലൈവ് ഇട്ട് ഓൾമോസ്റ്റ് 0 ലൈറ്റ് വന്നില്ല. അതുപോലെ നോക്കട്ടെ. ഞാൻ എന്തായാലും ഐ വിൽ ട്രൈ ഗൈസ്. 6 to 9 മതി എണ്ണ. ഓക്കെ, എന്നാൽ ആ സമയം നോക്കാം. ഒരു 6:30 ടൈം നോക്കാം. വീക്കിലി ഒരു 7 days മതി എണ്ണ. അത് ഈ മെയിൻ കുഴപ്പം എന്തെന്നറിയാമോ ഗൈസ്? നമ്മൾ ഈ 7 മണിക്ക് തുടങ്ങുകയാണെങ്കിൽ 8 മണിക്ക് 7:30 എന്തുവാണ് മറ്റേ ഇതെന്ന് തോന്നുന്നു. ആ സാധനത്തിൻ്റെ പേരെന്തുവാണ്? 7-8 മണി റേഞ്ചിലാണ് മറ്റേ റീസ്റ്റാർട്ട് വരുന്നത്. അതാണ് ഒരു പ്രശ്നം. PUBG PC കളിക്കാൻ വന്നോട്ടെ. ലോഡ് ഔട്ട് MC ഗെയിമിംഗ് ബ്രോ. വേറെ ഒന്നും അല്ല, നമ്മളിപ്പം സ്ലോട്ട് കാണൂല ബ്രോ. ഐ ഡോണ്ട് നോ യു നോ DYKK വന്നാൽ മതി. ഇടയ്ക്കിടയ്ക്ക് വന്നാൽ മതി എന്നായിരുന്നു ഉദ്ദേശം കേട്ടാ. ഞാൻ ഇഫ് യു നോ വായിച്ച് അതുപോലത്തെ എന്തിനാണെന്ന് വിചാരിച്ചത്. ഇടയ്ക്കിടയ്ക്ക് വന്നാൽ മതി ഉദ്ദേശിച്ചത്. സോറി ബ്രോ. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് വരാം. ചൊച്ചിട്ടാ പ്രിയാടാ. 7 മണിക്ക് വന്നാൽ സെർവർ റീസ്റ്റാർട്ട് ഉണ്ടാകും. അതാണ് സീൻ. അതാണ് നോക്കട്ടെ. എന്നാൽ സ്ട്രോങ് ആറ്റിറ്റ്യൂഡ് തിരിച്ച് വാ. വി ആർ വെയിറ്റിംഗ്. ലിജു ബ്രോ സെറ്റ് വരുന്നുണ്ട്. നമ്മുടെ കമ്പാക്ക് ഉണ്ട്. കണ്ണ കിക്കിലല്ലേ ലൈവ്? അപ്പോൾ DC നോക്കാം. ഞാൻ കിക്കിലായിരിക്കും കേട്ടോ ഗൈസ്. RP വരികയാണെങ്കിൽ കിക്കിലായിരിക്കും മോസ്റ്റ്ലി. പിന്നെ യൂട്യൂബിലും വരാൻ നോക്കാം. എനിക്ക് അങ്ങനെ അറിയത്തില്ല, പ്ലാൻ ആക്കിയിട്ടില്ല. എന്നാൽ കിക്ക് വരാനാണ് ചാൻസ്. ഓക്കെ, അപ്പോൾ എന്നാൽ നമുക്ക് വീസിലോട്ടോ ഗൈസ്. വീസിലോട്ടോ. ഞാൻ സംസാരിച്ചിരുന്നാൽ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഞാൻ വീസിലോട്ടോട്ടെ. ആരോ വീണ്ടും സൂപ്പർ ഫാൻ ചെയ്തിട്ടുണ്ട്. അത് വന്ന ഉടനെ ഒന്ന് അണ്ണാ നോട്ട് ഗ്യാങ് നമ്മുടെ പയ്യന്മാരുടെ ഉണ്ടാ. നമ്മുടെ പയ്യന്മാരുടെ തന്നെ അമ്മാരും ഇതാക്കുന്നുണ്ട്. ഉടനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ ഗായ്സ്. ഹലോ. എല്ലാരും ഉണ്ടല്ലോ. എന്തരാണല്ലേ പോത്തേ വാരി.